പാലക്കാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയായി. ആ ഫ്രെയിമിലേക്ക് സൂര്യ സാർ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഓറയാണ്, അതൊരു രക്ഷയില്ല. പുള്ളി ആ കറുപ്പസ്വാമിയായിട്ടൊക്കെ ആ ലുക്കിലും ഒക്കെ നിൽക്കുന്നത് ഭയങ്കര രസമാണ്. കറുപ്പില് ചെയ്തിട്ടുള്ള കറുപ്പസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ, പിന്നെ അമ്പലത്തിലെ ആളുകൾ എടുത്തുകൊണ്ടുപോയിട്ട് ശരിക്കും പ്രതിഷ്ഠയാക്കിയെന്നൊക്കെ കേൾക്കുന്നത്. അതിന് എന്താണ് അതിന്റെ? അല്ലല്ല, അത് സത്യമാണ്. എല്ലാരും ഇന്ദ്രൻ ചേട്ടനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്നിട്ട് പെർഫോമൻസ് തീർന്നപ്പോൾ സീരിയസ്ലി സൂര്യ സാറ് പോലും അവിടെ നിന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു ഭയങ്കര ജെനുവൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ കാണുന്ന ഒരു വലിയ ഹീറോ എന്നുള്ളവരാണ് നമ്മൾ പുറത്തു നിന്ന് കാണുന്നത്. ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം കൊത്തുന്ന ആൾക്കാരുണ്ട് പാലക്കാട്ടുള്ള. ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണോ ഒരു വിഗ്രഹം കൊത്തേണ്ടത് അതുപോലെ രാവിലെ പൂജ നടത്തി അതിൻ്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. റിയൽ ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഈ അനുഗ്രഹം വരിക അങ്ങനെയൊക്കെ. കാരണം ഒന്ന് ആ മ്യൂസിക്കും ഇതും എല്ലാം കൂടെയാണ്. ഞങ്ങൾ കറുപ്പസ്വാമിയുടെ വിഗ്രഹം പാലക്കാട്ടിൽ നിന്ന് വരുന്നു. ഞങ്ങൾ വ്രതം എടുത്തു നിന്ന് വിഗ്രഹത്തിനെ ഈ പറഞ്ഞ മഞ്ഞളിലൊക്കെ കുളിപ്പിച്ച് നമ്മൾ വിഗ്രഹം നമ്മുടെ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്തു. അപ്പോൾ ചെന്നൈയിലേക്ക് ഇത് ട്രാവൽ ചെയ്ത് വന്ന സമയത്താണ് അവിടെ ഇങ്ങനെ കുടുംബക്ഷേത്രത്തിൽ ഒരു കറുപ്പസ്വാമിയുടെ വിഗ്രഹം വേണം എന്നുള്ളൊരു സംസാരവും. അപ്പോൾ കമ്പനിയിൽ നിന്ന് നമ്മുടെ വിഗ്രഹം കൊടുക്കുകയാണെന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. കറുപ്പ് എന്ന സിനിമയുടെ തമിഴ് സിനിമയുടെ ആർട്ട് ഡയറക്ടറായ മലയാളിയായ അരുൺ വെഞ്ഞാറമൂടാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ട്രെയിലർ ഉൾപ്പെടെ കാണുമ്പോൾ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു തമിഴ് സിനിമ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ നമ്മൾ പണ്ട് ശിവാജിയും അല്ലെങ്കിൽ ഗില്ലിയും ഒക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പക്ക കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റിലേക്കാണ്. ഗില്ലി അല്ല, കുറച്ചുകൂടി ധൂളൊക്കെ പോലത്തെ ഒരു ടെംപ്ലേറ്റ്. അതായത് ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ഒരു നായകനും വളരെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലനും നായികയും പാട്ടും ഡാൻസും ഫൈറ്റും ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് അത് പാക്കേജ് ചെയ്തിരിക്കുന്നത്. തമിഴും മലയാളത്തെ വെച്ച് കുറച്ചുകൂടി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ മാറുന്നുണ്ടല്ലോ. ഇപ്പം മലയാള സിനിമകളൊക്കെ തമിഴ്നാട്ടിൽ ഒരുപാട് ഓടുന്നുണ്ട്. അപ്പം കറുപ്പ് എങ്ങനെ വർക്കാവും, അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, കറുപ്പിന് ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ നമ്മൾ ട്രെയിലറിലും സോങ്ങിലും കാണുന്ന ഭയങ്കര വലിയ സ്കെയിലും വലിയ കൊമേഴ്ഷ്യൽ പഴയ ഈ പറഞ്ഞ തമിഴ് സിനിമയുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് ഉണ്ട്. നമ്മൾ കാണുന്ന ട്രെയിലറിലും അതുപോലെ സോങ്ങിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് സിനിമയ്ക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് എലമെന്റുകൾ ഉണ്ട്. അതായത് ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്ന ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ, കാരണം ഈ പറഞ്ഞ കണ്ടന്റും അല്ലെങ്കിൽ ഇമോഷണലി കണക്ഷൻസ് ഒക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഇതാണ് ഇന്ദ്രൻ ചേട്ടൻ. എനിക്ക് തോന്നുന്നു ഇന്നലെ ട്രെയിലറിലും കൂടെ ഇന്ദ്രൻ ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം പുള്ളിയൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കറുപ്പിൽ ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഏരിയകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ മലയാളികൾക്കും കുറച്ചുകൂടെ കണക്റ്റ് ആവുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഏരിയകളുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഒരു വില്ലൻ നായകൻ അങ്ങനത്തെ അതുകൊണ്ട്. പക്ഷെ ഒരു ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളൊരു വില്ലൻ സിസ്റ്റം അല്ല, അതിൽ നിന്നും വ്യത്യാസമാണ്. ഈ ആർ.ജെ. ബാലാജി വില്ലനാവുമ്പോ അദ്ദേഹത്തിന് നമ്മളൊരു വില്ലനെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ടെംപ്ലേറ്റ് ചിന്ത കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അല്ല, നമ്മൾ ഇതിൽ ആരാണ് വില്ലൻ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ട്രെയിലറിൽ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളിതിൽ പ്രോപ്പർ വില്ലൻ ആരാണെന്നുള്ളത് കൺവേ ചെയ്തിട്ടില്ല. ആർ.ജെ. ബാലാജിയുടെ ക്യാരക്ടർ എന്താണെന്ന് പോലും റിവീൽ അല്ല. നമ്മൾ ട്രെയിലറിൽ ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഒരു രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷ് ഉണ്ട്. പക്ഷെ അതിൽ ആരാ വില്ലൻ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു ഇതിൽ നിൽക്കുന്ന പോർഷനാണ്. ഇപ്പൊ സൂര്യ സാറ് ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഇന്ദ്രൻ ചേട്ടനെ പറ്റി വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞു. അതും വളരെ പെർട്ടിക്കുലർ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സിനെ എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായിരുന്നു ശരി, അവാർഡ്സിന്റെ കാര്യത്തിലായിരുന്നു ശരി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ട്രെയിലർ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഇന്ന് സ്റ്റേറ്റ് അവാർഡ് വിന്നറും അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവൽ അക്ലൈമിലേക്കൊക്കെ എത്തിയതിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ടാ സൂര്യ പറയുന്നുണ്ട്. അതിരുന്നിട്ട് നമ്മള് ഒരു ഓഡിയൻസ് ആയിട്ട്, മലയാളി ഓഡിയൻസ് ആയിട്ട് അതിരുന്ന് കേൾക്കുകയാണല്ലോ. അപ്പൊ ഒരു മലയാളി പെരുമ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു അത് കാണുമ്പോ, വീഡിയോ കാണുമ്പോ. ബ്രോ അവിടെ ഇരുന്ന് കാണുമ്പോ എത്രമാത്രം അനുഭവപ്പെട്ടിരുന്നു? അല്ല, ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ ഓഡിയൻസ്, അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു ഓഡിയോ ലോഞ്ചിന് കേട്ട വോയിസ് ആണ് കേട്ടത്. പക്ഷെ എനിക്കുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇതിനകത്തൊരു ഭയങ്കര ഇമോഷണലി ഒരു കണക്റ്റ് ആവുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഇന്ദ്രൻ ചേട്ടൻ പെർഫോം ചെയ്യുകയാണ്. അപ്പം ചില സമയങ്ങളിലായിരിക്കും ഞാൻ ലൊക്കേഷനിൽ നിൽക്കുന്നത്. കാരണം
ഞാൻ നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ലൊക്കേഷൻസ് ഒക്കെ ആയിട്ട് പോകും. അപ്പം അന്ന് കറക്റ്റ് ഞാനും ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ആ പെർഫോമൻസ് ഞാനും നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ സെറ്റ് എപ്പോഴും സൈലന്റ് ആണ് ഷൂട്ട് സമയത്ത്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അന്ന് ആ ഷൂട്ട് ആ സീൻ എടുത്ത സമയത്ത് ഭയങ്കര സൈലന്റ് ആയിരുന്നു സെറ്റ് മൊത്തത്തിൽ. അതിലൊരു കോടതിയൊക്കെ കാണിക്കുന്നുണ്ട്, അതിന്റെ ഏരിയയിലായിരുന്നു. പുള്ളി പെർഫോം ചെയ്ത് ആ പെർഫോമൻസ് തീരുന്നത് വരെയും ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്നിട്ട് ആ പെർഫോമൻസ് തീർന്നപ്പോൾ സീരിയസ്ലി നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്ന ഒരു മൊമെന്റ് അതായിരുന്നു. എന്ന് വെച്ചാൽ ആ സെറ്റിലുള്ള കംപ്ലീറ്റ് പേരും ഭയങ്കര ക്ലാപ്സ്. എന്താ പറയുക, സൂര്യ സാറ് പോലും അവിടെ നിന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി എല്ലാവരും എനിക്ക് തോന്നുന്നു ഫുൾ ടെക്നീഷ്യൻസും ഫുൾ ടീം ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ചേട്ടനെ പോയിട്ട് അയ്യോ രക്ഷയില്ല, എല്ലാവരും ഗംഭീരമായിട്ട്. അത് നമുക്ക് ഭയങ്കര ഇമോഷണലി അവിടെ മലയാളി എന്നുള്ള രീതിക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു സൂര്യ സാർ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു, എല്ലാവരും ഇന്ദ്രൻ ചേട്ടനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ആള് ഇല്ല. കാരണം ഞങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര കാര്യമാണ്, എപ്പോഴും സെറ്റിൽ ഷൂട്ട് കഴിഞ്ഞാലും സംസാരിക്കും. കാരണം ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ കുറെ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആട് 2-ലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വന്ന് കാണുന്നത്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സപ്പോർട്ടായി. ഇന്ദ്രൻ ചേട്ടന് ഞങ്ങളവിടെ എല്ലാവരും, കാരണം എൻ്റെ ഫുൾ ടീം മലയാളീസാണ്. ഫുൾ തമിഴ് ടീമിന്റെ അകത്ത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മലയാളി ആകുമ്പോഴത്തേക്ക് ഇന്ദ്രൻ ചേട്ടന് കുറച്ചുകൂടെ അതൊരു കാര്യം സംസാരിക്കാനും എല്ലാവരുമായിട്ടും പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഭയങ്കര രസമുള്ള മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സൂര്യ സാറിന്റെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ ലൈനപ്പിലൊക്കെ ഈ മലയാളി ഇൻഫ്ലുവൻസും മലയാളി പങ്കാളിത്തവും വളരെ കൂടുതലാണ്. ഇപ്പൊ കറുപ്പിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ കൂടാതെ തന്നെ ഇപ്പൊ അനഘയുണ്ട്, സ്വാസികയുണ്ട്, ശിവതയുണ്ട്. അതുപോലെ ഇപ്പൊ അടുത്ത പ്രൊജക്ട് സൂര്യ 47 എടുക്കുകയാണെങ്കിൽ അതിൽ നസ്ലിൻ ഉണ്ട്. അത് ഡയറക്ട് ചെയ്യുന്നത് മലയാളി ഡയറക്ടറാണ്. അപ്പം DOP മലയാളിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങള് വരുമ്പോ അദ്ദേഹത്തിന് മലയാളികളോടുള്ള വല്ലാത്തൊരു റെസ്പെക്റ്റും പ്രകടമാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ. അത് എത്രമാത്രം നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? പുള്ളി മലയാളി എന്നുള്ളതല്ല, പുള്ളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ ഈ കാണുന്ന ഒരു വലിയ ഹീറോ എന്നുള്ളവരാണ് നമ്മൾ പുറത്തു നിന്ന് കാണുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഞാനും തമിഴിൽ തന്നെ കുറെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സൂര്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ ഞാനും ആറു എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സിനിമയുണ്ട്, ഹരിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞാൻ ഒരുപാട് തവണ ആ പാട്ടുകൾ കേൾക്കുകയും ഒരുപാട് തവണ ആ സിനിമ കണ്ടൊരു വ്യക്തിയാണ്. അപ്പം ആ സമയം മുതലേ നമുക്ക് നേരി കാണണമെന്ന് ആഗ്രഹം തോന്നുന്നൊരു വ്യക്തിയാണ് സൂര്യ സാർ. അപ്പം അത് കഴിഞ്ഞാണ് അയൺ, സിംഗം, 7-6 ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറെ, അങ്ങനെയുള്ള കുറെ പുള്ളിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട അന്നത്തെ പാത്ത് ബ്രേക്കിംഗ് സിനിമകളാണ്. ഭയങ്കര രസമുള്ള എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടൊക്കെ ഒരു തമിഴ് സിനിമ അതൊക്കെ ഭയങ്കര പിന്നെ പുള്ളിയുടെ പെർഫോമൻസിന്റെ ഡീറ്റെയിലിംഗ് ഭയങ്കര ഹെവിയാണ്. ആ ബോധിയറും അപ്പൊ അതിന്റെ ഇത് നേരെ അടുത്ത ക്യാരക്ടർ. അപ്പം ഞാനും സീരിയസ്ലി ഭയങ്കര ഒരു ഫാനാണ് പുള്ളിയുടെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഈ മദ്രാസി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സൂര്യ സാറിന്റെ കറുപ്പ് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, സ്വാഭാവികമായിട്ടും നമ്മളടുത്ത് ആ ഒരു ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ടെക്നീഷ്യൻ സൈഡിൽ ആരാ എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യ സൂര്യക്കാഴ്ച ഏതായിരുന്നു? ഫസ്റ്റ് കൂടിക്കാഴ്ച വന്നിട്ട് പൂജയായിരുന്നു പടത്തിന്റെ. അപ്പൊ പടത്തിന്റെ പൂജയുടെ അന്ന് ഞങ്ങള് പൂജ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ സൂര്യ സാർ വരുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അന്നാണ് ആദ്യമായിട്ട് നേരി കാണാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ലുക്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് പുള്ളിയുടെ കൂടെ എടുക്കുന്നത്. ഒരു മുണ്ടും ഒരു യെല്ലോ ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരെ പരിചയപ്പെടുത്തും, ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജറോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒക്കെ. കാരണം ഞങ്ങൾ ബാക്കി ടീം എല്ലാവരും നേരത്തെ കൂട്ടിയിട്ട് തന്നെ മീറ്റിങ്ങുകളും കാര്യങ്ങളും, RJ ബാലാജി ആണെങ്കിലും ഇപ്പൊ GK കൃഷ്ണ, അപ്പം ഞങ്ങളുടെ ഒരു ടീം കോർ നേരത്തെ ഒരു മാസം മുന്നേയൊക്കെ തന്നെ മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് കണക്ഷനാണ്. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഒരു പക്ഷേ കണക്ട് ആകാത്ത ഒരാള് ഈ പറഞ്ഞ സൂര്യ സാറാണ്. അപ്പൊ അന്ന് എല്ലാ ടെക്നീഷ്യൻസിനെയും പരിചയപ്പെടുത്തും. അപ്പൊ എന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ അരുൺ വെഞ്ഞാറമൂട് മലയാളിയാണ്, നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ
സുഴൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഫസ്റ്റ് പറഞ്ഞ എനിക്കും ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ സുഴൽ കണ്ടിരുന്നു, ഗംഭീര വർക്കാണ്, നല്ല വർക്കാണ് എന്ന് പറയാം. അപ്പൊ അത് ഞാൻ ചെയ്ത ഒരു സീരീസ് ആണത്. അത് പുള്ളി കണ്ടിട്ട് അത് ഓർമ്മിച്ച് അതിന്റെ വിഷ്വൽസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആ ചെറിയൊരു മൊമെന്റിൽ പോലും അതിനെപ്പറ്റി സംസാരിച്ചു. അത് കുറെ ചെയ്യാനുണ്ടല്ലോ, കോഴികളെ വെച്ചിട്ട് ഇഷ്ടം പോലെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും ഇതിന്ന് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സുഴൽ എവിടെ പോയാലും നമുക്കൊരു കാരണം നമുക്ക് മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് തൃശ്ശൂർ പൂരമാണ് മലയാളത്തിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് സുഴലിന്റെ കോള് വരുന്നത്. അപ്പൊ ഞാൻ നേരെ അന്ന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തമിഴ് സിനിമയുടെ നമുക്കറിയാലോ, തമിഴ് സിനിമയുടെ സ്കെയിലും അല്ലെങ്കിൽ ആ സിസ്റ്റവും ഒക്കെ അറിയാം. അപ്പം നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ സീരിയസ്ലി നമ്മൾ ഞാൻ ഇതുവരെയും ചെയ്തു വന്നേക്കുന്നത് ഈ പറഞ്ഞ ഏറ്റവും വലിയ സിനിമയാണ് തൃശ്ശൂർ പൂരം, ആട് 2, ജൂൺ, അർജന്റീന ഫാൻസ്. ഇതൊക്കെയാണ് എൻ്റെ ബാക്കിലുള്ള മലയാള സിനിമ. വാലാട്ടി അങ്ങനെ കുറെ ഉണ്ട്. അലമാര, എൻ്റെ ഫസ്റ്റ് കൂടെ അലമാരയാണ്. അപ്പൊ ഇവിടെ നിന്നെല്ലാം നമ്മള് സുഴൽ എന്ന് പറയുന്നത് സീരീസിലേക്ക് പോകുമ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാല് ഒരു സീരീസ് അല്ലേ. അപ്പൊ നമ്മളെ ആ സമയത്ത് ഇവിടെ സീരീസ് ഒക്കെ ഉണ്ട്, ഒരുപക്ഷെ ഒരു ചെറിയ സീരീസ് ആയിരിക്കും എന്ന് കരുതിയാണ് സുഴൽ കമ്മിറ്റായി പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അതിന്റെ ഒരു സ്കെയില്. പുഷ്കർ ഗായത്രി അവരെന്ന് പറയുന്നത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഇതുള്ള 2 പ്രൊഡ്യൂസേഴ്സാണ്. അവരുടെ ഷോ റണ്ണേഴ്സാണ്, അവരുടെ റൈറ്റിംഗ് ആണ്. പക്ഷെ അവർ മേക്കിംഗ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യും. വിക്രമേധ ടീമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് സുഴൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റില് ഇന്നായതാണ്. അപ്പൊ അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. കാരണം ഒരു ആർട്ട് ഡയറക്ടർ ഫസ്റ്റ് ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കതൊരു ഭയങ്കര പ്ലസ് ആണ്. കാരണം ഒരുപക്ഷെ ഞാനൊരു ചെറിയ സിനിമയായിട്ടോ അല്ലെങ്കിൽ ചെറിയ പ്രോജക്റ്റോ ആയിട്ടാണ് തമിഴിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ആ വരുന്ന സ്കെയിലായിരിക്കും പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമുക്ക് അവിടെ നിന്നും അടുത്തൊരു വലിയ പ്രോജക്റ്റ് കണക്ട് ആവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് തന്നെ സുഴലാണ്. അപ്പൊ അവിടെ ഒരുപാട് ടെക്നിക്കൽ സൈഡ് സുഴൽ സംസാരമായിട്ടുണ്ട്. സുഴൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് അമ്പലം ഫെസ്റ്റിവൽ ഉത്സവം. അപ്പൊ ആ സുഴലാണ് കറുപ്പിലേക്ക് എന്നെ കൊണ്ടുവരാനും ഒരു കാരണം. കാരണം കറുപ്പും നമുക്ക് അങ്ങനത്തെ ഒരു ഫ്ലേവർ ആണല്ലോ, ഒരു ടെമ്പിൾ ബാക്ക്ഗ്രൗണ്ട്. അതെ, ഒരു കുറച്ചൊക്കെ. അപ്പൊ ആ തമിഴ്നാടിന്റെ കറുപ്പ് സ്വാമിയുടെ ഒരു എലമെന്റ് ഉണ്ട് ഇത്. അപ്പം നമ്മൾ മുന്നേ ചെയ്തേക്കുന്നത് തമിഴ്നാട്ടിലെ അമ്മൻ ദേവിയുടെ ഒരു എലമെന്റും ദേവിയുടെ ഫെസ്റ്റിവലും. അപ്പൊ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു സുഴലിൽ നമ്മൾ ചെയ്തത് കൊണ്ടാണ് കറുപ്പിലേക്ക് നമുക്കൊരു എൻട്രി വന്നത്. സുഴലാണ് ഇതിനെല്ലാം. ഈ കറുപ്പില് ചെയ്തിട്ടുള്ള കറുപ്പ് സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ പിന്നെ അമ്പലത്തിലെ ആളുകൾ എടുത്തുകൊണ്ടുപോയിട്ട് ശരിക്കും പ്രതിഷ്ഠയാക്കിയെന്ന് കേൾക്കുന്നത് അതിന് എന്താണ് അതിന്റെ? അല്ലല്ല, അത് സത്യമാണ്. അത് സംഭവിച്ച എങ്ങനെയാന്ന് വെച്ചാല് സാധാരണ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് കറുപ്പ് സ്വാമിയുടെ വിഗ്രഹങ്ങള് തമിഴ്നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. നമ്മുടെ അവിടെ ഒരു ഈ സ്റ്റാച്യൂസ് മാത്രം ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ. അപ്പൊ ആ ഒരു ഏരിയ മൊത്തം ഇവരുടെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എനിക്കൊരു കറുപ്പ് സ്വാമിയുടെ സ്റ്റാച്യു വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രെയിലറിലൊക്കെ കാണുന്ന കറുപ്പ് സ്വാമി, അതില് ചെറിയ കറുപ്പ് സ്വാമി, 2 കറുപ്പ് സ്വാമിയെ കാണിക്കുന്നുണ്ട്. ഒന്നൊരു വലിയ കുതിരമേലിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ വിഗ്രഹമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രതിഷ്ഠ ചെയ്തേക്കുന്നു. അപ്പൊ ഈ വിഗ്രഹത്തിന് എനിക്ക് തോന്നുന്നു ഞാനും ഒരു 2-3 ദിവസം ഈ പറഞ്ഞ ആ ഏരിയ മൊത്തം പോയി ട്രാവൽ ചെയ്തു. അപ്പൊ എനിക്ക് അങ്ങോട്ട് അതൊരു തൃപ്തി കിട്ടുന്നില്ല. ഈ ഫിനിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരി മിസ്മാച്ച് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അസോസിയേറ്റ്സ് അവരും പോയി നോക്കി ഒക്കെ കഴിഞ്ഞിട്ട് നടപടിയായില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പാലക്കാട്ട് ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം കൊത്തുന്ന ആൾക്കാരുണ്ട് പാലക്കാട്ടുള്ള. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചിട്ട് അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു വിഗ്രഹം വേണം. അപ്പൊ അതിന്റെ ഹൈറ്റും അതിന്റെ ഡിസൈനും പരിപാടികളെല്ലാം നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഒരു ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം ഞാനും ഫസ്റ്റ് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ അത്രയും ഈ പൂജയൊക്കെ നടത്തിയിട്ടാണെന്ന്. പക്ഷെ ഇവര് ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണോ ഒരു വിഗ്രഹം കൊത്തേണ്ട അതുപോലെ രാവിലെ പൂജ നടത്തി അതിന്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമായി. കാരണം അവരത് ചെയ്യുന്നത് ആ ഒരു ഫീൽ അതിന് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളും എനിക്കൊരു സിസ്റ്റം ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ
ദൈവങ്ങൾ പൂജയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും കുറച്ച് അങ്ങനെ കുറച്ച് കെയർ ചെയ്യും. അതായത് ഞങ്ങൾ വ്രതം എടുത്ത് അങ്ങനെയാണ് ചെയ്യാറ്. അത് ഷൂട്ടാണെങ്കിൽ പോലും, കാരണം ഞാൻ സുഴലിന്റെ സമയത്ത് ഞങ്ങള് ഫെസ്റ്റിവലൊക്കെ സെറ്റിട്ട സമയത്ത് എല്ലാരും വ്രതത്തിലൊക്കെ ആയിരുന്നു. ടീമൊക്കെ നോൺ വെജ് ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് നമുക്ക്, അതായത് നമ്മൾ എന്താണെങ്കിലും ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് ഒരു ട്രസ്റ്റ് കൊടുത്താലാണ് ബാക്കി വന്ന് കാണുന്ന ആൾക്കാർക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. മീൻസ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് ഒരു ദേവിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ പൂജയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനൊരു റിയൽ ഫീൽ കൊടുക്കണം എന്റെ മനസ്സിലെങ്കിലും. അപ്പൊ ഞാൻ അത് കൊടുത്താൽ ബാക്കി വരുന്ന പുറകിൽ വരുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ കിട്ടും. അപ്പൊ ആ സുഴൽ തൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. ചില സ്ഥലങ്ങളിലൊക്കെ ചെരുപ്പ് പോലും ഇടാൻ പാടില്ല. അപ്പൊ ചെരുപ്പൊന്നും ഇടാണ്ടാണ് നമ്മൾ ആ ബേസിന്റെ മണ്ടയിൽ കയറുന്നത്. അപ്പോഴും അവിടെ തമിഴ്നാട്ടിലൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ. പിന്നെ അവരും ആ സിസ്റ്റത്തിലേക്ക് വന്നു. കാരണം നമ്മൾ ആ സുഴൽ ചെയ്യുന്ന സമയത്ത് കുറെ റിയൽ ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഈ എന്താ അനുഗ്രഹം വരിക അങ്ങനെയൊക്കെ. കാരണം ഒന്ന് ആ മ്യൂസിക്കും ഇതും എല്ലാം കൂടെയാണ്. പക്ഷെ എങ്കിൽ പോലും ആ ആംബിയൻസ് ഉള്ളത്, ആ ആംബിയൻസ് ഉള്ളത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പം ഇവിടെയും ഞങ്ങൾ കറുപ്പസ്വാമിയുടെ വിഗ്രഹം പാലക്കാട്ട് നിന്ന് വരുന്നു. ഞങ്ങൾ വ്രതം എടുത്ത് നിന്ന് കുറെ ഫോട്ടോസ് ഉണ്ട് ഇപ്പോഴും, ഭയങ്കര മെമ്മറീസ് ഉള്ള. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അസോസിയേറ്റ്സ് ഉണ്ട്, അസിസ്റ്റന്റ്, ഫുൾ ടീമും നിന്നാണ് വിഗ്രഹത്തിനും ഈ പറഞ്ഞ മഞ്ഞളിലൊക്കെ കുളിപ്പിച്ച് അങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ വിഗ്രഹം നമ്മളെ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു, ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ഈ വിഗ്രഹം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതിന്റെ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു, കഴിഞ്ഞു. അപ്പം നേരെ ഇത് എന്ത് ചെയ്തു, ഞങ്ങൾ ചെന്നൈയിലേക്ക് വിഗ്രഹത്തിനെ കൊണ്ടുവന്നു. കാരണം ഇത് ഉപേക്ഷിക്കാനും പറ്റില്ലല്ലോ. അപ്പം ചെന്നൈയിലേക്ക് ഇത് ട്രാവൽ ചെയ്ത് വന്ന സമയത്താണ് അവിടെ ഇങ്ങനെ കുടുംബക്ഷേത്രത്തിൽ ഒരു കറുപ്പസ്വാമിയുടെ വിഗ്രഹം വേണം എന്നുള്ളൊരു സംസാരവും. അപ്പം കമ്പനിയിൽ നിന്ന് നമ്മുടെ വിഗ്രഹം കൊടുക്കുകയാണെന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് ഒരു പക്ഷേ വെറുതെ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടതൊരു വിഷമം വരും. അപ്പൊ ഇത് അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സംസാരിക്കുന്നു. ഇതിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാണ്, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞു. ക്ഷേത്രം അവിടുത്തെ പണികളൊക്കെ തീർന്നു, വിഗ്രഹം അങ്ങ് പോയി. കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വന്നു. മീൻസ് വീണ്ടും വിഗ്രഹം വേണ്ടി വന്നു. പക്ഷെ പോയ വിഗ്രഹം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെറിയൊരു കുഞ്ഞു ഷോട്ടിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു കറുപ്പസ്വാമിയുടെ വിഗ്രഹം ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ നമ്മള് പാലക്കാട് നിന്ന് ഉണ്ടാക്കിയ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയായി. ഞാനും റിലീസൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ പോകണമെന്നുണ്ട്. വ്രതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സൂര്യ സാറും ആ വിധത്തിൽ വ്രതമൊക്കെ എടുത്തിട്ടാണോ വന്നിരുന്നത്? പുള്ളിയും അതിന്റെ ഡീറ്റെയിലിംഗ് അറിയില്ല. പക്ഷെ എന്നാലും പുള്ളി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു എവിടെയോ ഞാനിത് പറഞ്ഞിട്ടാണ്. അതായത് നമ്മള് ആ ഒരു ക്ഷേത്രത്തിന്റെ സെറ്റെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ആ ഫ്രെയിമിലേക്ക് സൂര്യ സാർ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര ഓറയാണ്. അതൊരു രക്ഷയില്ല. പുള്ളി ആ കറുപ്പസ്വാമിയായിട്ടൊക്കെ ആ ലുക്കിലും ഒക്കെ നിൽക്കുന്നത് ഭയങ്കര രസമുണ്ട്. സിനിമയിൽ കുറെ നല്ല മൊമെന്റ്സ് എന്തായാലും ഉണ്ടാകും സിനിമയ്ക്ക്. അദ്ദേഹവുമായിട്ട് ഒരുപാട് ഇന്ററാക്ഷനും ചെയ്യണമല്ലോ ഇതിനകത്ത്. കാരണം ഈ ചങ്ങല വെച്ചിട്ടുള്ള ഒരുപാട് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ചങ്ങല ആർട്ടാണ്, അത് ഓരോ വട്ടം അതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ്റ്റന്റ് നിങ്ങളായിട്ട് സംസാരം ഉണ്ടായാലാണല്ലോ അത് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ടെമ്പർമെന്റ് എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒരുപാട് ഡിലേ വരും, ഒരുപാട് പിന്നെയും ഇത് അധ്വാനിച്ച് ചെയ്യേണ്ടി വരും, ഷോർട്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹം നിങ്ങളോട് കാണിക്കുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് എപ്രകാരമാണ്? ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് സെറ്റിന്. അതായത് പുള്ളി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സൈലന്റ് ആണ്, ഭയങ്കര ഇതാണ്. പ്ലസ് നമ്മളുടെ അടുത്തുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളടുത്ത് വന്ന് ചില സമയങ്ങളിൽ നമ്മളിത് മേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഷൂട്ടിന്റെ ജസ്റ്റ്, അതായത് ഒരുപാട് നേരം ഉണ്ടെങ്കിൽ പുള്ളി തിരിച്ച് ക്യാരവാനിൽ പോകും. ഇപ്പം ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഞങ്ങൾ ഈ ഇപ്പുറത്തെ സൈഡിൽ ഇത് വർക്കൊക്കെ നടക്കുകയാണെങ്കിൽ അത് വന്ന് നോക്കി അപ്പൊ അത് ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും, എന്താണ് ഇതിന്റെ ഇതെന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഇട്ടേക്കുന്ന സെറ്റ് വന്ന് കണ്ടിട്ട്
അതിനെപ്പറ്റി സംസാരിക്കാറൊക്കെ ഉണ്ട്. സോങ്ങിന്റെ എന്താ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ആദ്യത്തെ സെറ്റ് ഒരു കോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കോവിലുണ്ട്, നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കാണുന്നത്. അപ്പൊ ആ സെറ്റ് ഇട്ട് ഫസ്റ്റ് അത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വിളിച്ച് ഞങ്ങൾ കുറച്ചു നേരം നിന്ന് സംസാരിച്ചു. എനിക്കൊന്ന് ഇന്നലെയാണ് ആ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയത്. പുള്ളിയുടെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് നേരം ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ ഈ വിഗ്രഹം കൊണ്ടുവന്ന സ്റ്റോറിയൊക്കെ സൂര്യ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ നമ്മളത് പാലക്കാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കിന് ആ ഒരു എന്താ പറയാ, ആ വർക്ക് കണ്ടിട്ട് അതിന് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഭയങ്കര ഒരു ആ സോങ്ങിന്റെ സെറ്റൊക്കെ വന്ന് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അത് നമ്മളുടെ അടുത്ത് തന്നെ രാവിലെ വന്ന് സെറ്റ് മൊത്തം ഇങ്ങനെ കണ്ടിട്ട് സൂപ്പറായിട്ടുണ്ട് എന്ന് ആ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാരണം അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ആറുവിന്റെ കാര്യം പറഞ്ഞപ്പോ 6 തൊട്ട് ഇതേ ഇപ്പൊ കറുപ്പ് വരെയും ആ തൃഷ അതുപോലെ തന്നെ ഉണ്ട്. അവരുടെ ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യണത്, അവരുടെ ഗ്രേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇപ്പൊ ഡാൻസ് മൂവ്മെന്റ്സ് ആയാലും ശരി. ഇപ്പം ട്രെയിലറിൽ ഉൾപ്പെടെ ഇപ്പൊ അദ്ദേഹം അവർ കാണിക്കുന്ന കുറെ രസകരമായിട്ടുള്ള ക്യൂട്ട് ജസ്റ്റിക്കുലേഷൻസ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. തൃഷ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇപ്പൊ ഓറ, അവരുടെ സ്ക്രീൻ പ്രസൻസ് അതും നേരിട്ട് കാണാൻ പറ്റും. നമ്മളെക്കാൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. തൃഷ എന്നുള്ള അതും നമ്മുടെ പോലെ തന്നെ നമ്മുടെ ഒപ്പം തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രതിഭയാണല്ലോ. അവരുടെ ഇന്ററാക്ഷൻസ് എപ്രകാരമായിരുന്നു? പുള്ളിക്കാരിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയാ, ഫസ്റ്റ് നമ്മളും കാണുമ്പോൾ നമ്മൾ ഞെട്ടുന്നൊരു ലുക്കാണ്. കാരണം ഇതിനു മുന്നേ കണ്ട അതേ ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിലാണ് കാണുന്നത്, പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴും ആ സെയിം എന്താ പറയാ, ഇതിനു മുന്നേ ഇതേ ഗെറ്റപ്പിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. ഈ പറഞ്ഞ ആറുമൊക്കെ കാണുമ്പോഴും അന്ന് ഉണ്ടായിരുന്ന എങ്ങനെയാണോ അതിലൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ലാതെ ആ ഒരു ലുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി ഭയങ്കര സിമ്പിളാണ് സെറ്റിലാണെങ്കിലും. എനിക്ക് തോന്നുന്നു അതിനിടയ്ക്ക് ഷൂട്ടിന്റെ സമയത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് എല്ലാവരും കൂടെ സെറ്റിനകത്ത് ഒരു കോർട്ടിന്റെ സെറ്റായിരുന്നു. അപ്പൊ ആ കോർട്ടിന്റെ സെറ്റിലായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടന്നത്. ഭയങ്കര രസമുള്ള കുറെ മൊമെന്റ് ഉണ്ട്. തൃഷ മലയാളിയാണ് പകുതി. അതെ അതെ അതെ. ആ രീതിയിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? അല്ല, അങ്ങനെ ഇല്ല, കാരണം ആൾറെഡി കുറെ മലയാളികൾ ഉണ്ട് ഇതിന്. അപ്പൊ അങ്ങനെ മലയാളി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊന്നും അല്ല, അതില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ എല്ലാ ദിവസവും കാണുമ്പോൾ വിഷയം സംസാരിക്കും. ഈ പറഞ്ഞ സോങ്ങിന്റെ സെറ്റൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പി മൊമെന്റ്സ് ആണ്. നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ അടുത്തൊരാൾ കണ്ടത് ഇഷ്ടമാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മൊമെന്റ്സ്. സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത്. അതെ. ഈ ആർ.ജെ. ബാലാജി എന്ന് പറയുന്നതിന് അവിടുത്തെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിട്ടാണ് പലപ്പോഴും ആളുകൾ പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു വളർച്ചയുണ്ടല്ലോ, ഒരു ആർ.ജെയിൽ നിന്ന് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കമന്റേറ്ററായി, അതിനുശേഷം എഴുതി, സംവിധാനം ചെയ്തു, അഭിനയിച്ചു, സൈഡ് കിക്കിൽ നിന്ന് നായകനായി, ഇപ്പൊ സൂര്യയുടെ പ്രതിനായകനാണെന്ന് ട്രെയിലറിലൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ വരെ എത്തുന്നു. അപ്പം അദ്ദേഹമായിട്ടുള്ള സംസാരങ്ങളിൽ അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, അത് എത്രമാത്രം കറുപ്പിൽ കാണാൻ പറ്റും? പുള്ളി ഭയങ്കര എനർജറ്റിക് ആണ്. അതായത് പുള്ളി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ നമ്മള് അതെ നമ്മൾ കമന്ററി കേൾക്കുന്ന പോലെ തന്നെയാണ് പുള്ളി. അതായത് പുള്ളി ഒരു ലൊക്കേഷൻ കാണുന്ന സമയത്താണെങ്കിൽ പോലും നമ്മള് ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടോക്കായിരിക്കും. ഈ ക്രിയേറ്റീവ് ടോക്കിന്റെ ഇടയ്ക്കും പുള്ളി ആ കമന്ററി പോലെ തന്നെ അതിനകത്തൂടെ കോമഡിയൊക്കെ മിക്സ് ചെയ്ത് ഓക്കെ ഇവിടെ എന്ത് വരും, ഇവിടെ ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ആണ് പുള്ളി. ഇപ്പം നൈറ്റ് 12 മണിയാണെങ്കിൽ ഷൂട്ട് എങ്കിലും പുള്ളി അതേ എനർജിയിൽ നിൽക്കും. ഇതേ കമന്ററി പറയുന്ന പോലെ തന്നെ ആയിരിക്കും എന്താ പറയാ മോണിറ്ററിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട്. അങ്ങനെ ഉള്ളപ്പോ എന്താന്ന് വെച്ചാല് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ വലിയൊരു ടെൻഷനും പരിപാടിയൊക്കെ കുറച്ച് കുറവാണ്. സിനിമയാണ് അങ്ങനെയില്ല. അതെ ആ ഒരു കുറച്ച് കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് പുള്ളിയുടെ പ്രോസസ് കുറച്ച് ഫസ്റ്റ് തുടക്കത്തിൽ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് സൈഡിൽ ഈ പറഞ്ഞ എനിക്ക് കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് GK വിഷ്ണു. കാരണം ഇപ്പൊ ഞാൻ ചെയ്തു വന്ന സിനിമകളൊക്കെ എടുത്താല് ഞാനെല്ലാം ഭയങ്കര കുറച്ചുകൂടെ ലൈവായിട്ടുള്ള സിനിമകളാണ് ചെയ്തേക്കുന്നത്. മദ്രാസി ഒഴിച്ചാൽ, മദ്രാസി ഇച്ചിരി സിനിമാറ്റിക് ആണ്, വലിയ സ്കെയിലാണ്. കാരണം അത് അങ്ങനത്തെ ഒരു പാറ്റേൺ മൂവിയായിരുന്നു. പക്ഷെ മാവീരനാണ് എനിക്ക് മദ്രാസിക്ക് മുന്നേ ഞാൻ ചെയ്ത സിനിമ. അപ്പൊ മാവീരൻ ഇപ്പോഴും
നമ്മൾ എവിടെ പോയാലും നമ്മളോട് അടുത്ത് സംസാരിക്കുന്ന മഹാവീരനിൽ അതെല്ലാം സെറ്റായിരുന്നോ, അതെ അത് ഒറിജിനൽ ആണോ എന്ന് നമ്മളെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ മഹാവീരൻ എന്ന് പറയുന്ന സിനിമ ഒരു 99% ഷൂട്ട് ചെയ്തേക്കുന്ന സെറ്റാണ്. അതിനകത്ത് റിയൽ ആയിട്ടുള്ള ഒരു പോർഷൻ പോലും ഇല്ല. എല്ലാ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ബിൽഡിങ്ങിനകത്തൂടെ ഹീറോയുടെ പോർഷൻസും ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന. ബിൽഡിംഗ് ആണല്ലോ പ്രധാന അതെ. കഥാപാത്രം. അപ്പം എനിക്ക് അങ്ങനെ ഒരു സിനിമ കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആർട്ടിനാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോർഷൻ. അപ്പം അതെല്ലാം ഭയങ്കര ലൈവായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വന്ന സിനിമകളാണ്. സുഴലാണെങ്കിലും ലൈവ് മാക്സിമം വലിയ സ്കെയിലാണ്, കാണുമ്പോൾ ഭയങ്കര ലാർജായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈവ് മാക്സിമം പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഒരു മലയാളി ആർട്ട് ഡയറക്ടറിനെ പറ്റി, വെഞ്ഞാറുമൂടുകാരനെ പറ്റി കുമുദം പോലൊരു മാഗസിൻ തമിഴിൽ എഴുതുക എന്ന് പറയുന്നത് വലിയ അച്ചീവ്മെന്റ് ആണ്. അത് സുരാജേട്ടൻ നാടകോത്സവത്തിന് സംസാരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ആ വിധത്തിൽ മലയാളത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ, മലയാളി ടെക്നീഷ്യനാണ് അത് തമിഴിലും മറ്റു ഭാഷകളിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്കും വലിയൊരു അഭിമാനമുണ്ട്. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെയും ആശംസകൾ. നമസ്കാരം. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.